ഒരു ഫണ്ണായിട്ട് എടുക്കാൻ പറ്റില്ല. രണ്ട് കൈയും ഇല്ലാതെ ആക്സിഡൻറ്റിൽ രണ്ട് കൈയും കാലും ഒക്കെ നഷ്ടപ്പെട്ട ഒരാൾക്ക് ഇത് കാണുമ്പോൾ ഒരു ഫണ്ണായിട്ട് എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ അടിയിലെ ഫസ്റ്റ് കമൻറ്റ് ഞാൻ വായിച്ചപ്പോൾ ആ കമൻറ്റ് കിടക്കുന്നതെന്ന് പറയാം, ടേക്ക് ഇറ്റ് ഈസി. അതാണ് ഫസ്റ്റ് കമൻറ്റ്. ഞാൻ കാണിച്ചു തരാം. അവർ ഫസ്റ്റ് കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിൻ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഈ അമൃത എന്ന് പറയുന്ന ലേഡി പിൻ ചെയ്തിരുന്ന, ഇറ്റ്സ് ജസ്റ്റ് എ റീൽ, ടേക്ക് ഇറ്റ്. ഇങ്ങനെ നടന്നാൽ മതിയാ, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നാൽ മതിയാ. ഹാട്രസ് അമൃത ജി ഗണേഷ്. ചെറിയൊരു വെട്ടൽ സ്ക്രീനിൽ കാണും കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് അടുത്ത വട്ടം അത് പരിഗണിക്കാം. അമൃത ജി ഗണേഷ് സംബന്ധമായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. അമൃതയ്ക്കെതിരായിട്ടാണ് തോന്നുന്നത് നമ്മുടെ അബിശ്രീ വ്ളോഗ്സ്, അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അമൃത ഈസ് ഗണേഷിനെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അവരുടെ വീഡിയോ സൈറ്റിൽ എന്തായാലും വെക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് കാണുക. ഈ പറയുന്ന കുടുംബവിളക്ക്, പാർവതി, കുങ്കുമച്ചെപ്പ്, അമക്കളിക്കൂട്, ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ഇതാണ്. അത്യാവശ്യം ഇവിടെ റീലും കാര്യങ്ങളൊക്കെ അവർ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, നല്ല റീലൊക്കെയാണ്. ഓക്കെ, എന്തായാലും നമുക്കൊരു കോൺട്രവേഴ്സി എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ എന്തായാലും ചർച്ച ചെയ്തല്ലേ പറ്റൂ. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെന്നും പറഞ്ഞിട്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഓക്കെ, ഇവർ ചെയ്യുന്ന കുറച്ച് റീലും കാര്യങ്ങളൊക്കെ അറിയാലോ. ഈ കാലിനും കൈക്കും ഒക്കെ കുറച്ച് സ്വാധീനം കുറവായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ബുദ്ധിമുട്ടാവുന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന അബിശ്രീ വ്ളോഗ്സ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയുണ്ടായി. അദ്ദേഹം അത് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമ്മുടെ അമൃതയെ കാണാത്തവർക്കായി ഞാൻ അമൃതയുടെ ഒരു ഫോട്ടോ ഒന്ന് സൈഡിൽ വെച്ചേക്കാം. ഓൾറെഡി ഞാൻ വീഡിയോ വെച്ചല്ലോ, സോറി. ഇനിയിപ്പം അത് കണ്ടങ്ങ് മനസ്സിലാക്കാം. ഓക്കെ, അമൃത എസ് ഗണേശൻ എന്നാണ് അവരുടെ ഫുൾ നെയിം. എന്തായാലും നമുക്ക് അവരുടെ ആ വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം. ആ വീഡിയോ ഇവിടെ ചെറിയ ചെറിയ റീലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അല്ല, എവിടെ പോന്ന്? ഇങ്ങനെയല്ല നടന്നാ മതിയാ? പിടിച്ചേ ഇങ്ങനെ നടന്നാ മതിയാ, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നാ മതിയാ, അല്ലെങ്കിൽ ഇപ്പൊ നടന്നാലോ? നടക്കുന്നത് കാണണ്ടേ? മീൻസ് ആ ഈ നടത്തമൊക്കെയാണ് അവർ ചിലപ്പോൾ അഭിനയിക്കുന്നതായിരിക്കാം. ഇതിപ്പോൾ പല ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. ഞാൻ വേറൊരു വീഡിയോ കൂടെ ഒന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ അറിയാലോ, ഒരു സീരിയൽ ആക്ട്രസ് ഒക്കെ ഇടുമ്പോൾ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ പോവുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഒരു പയ്യൻ ഈ പറയുന്ന അബിശ്രീ വ്ളോഗ്സ്, അദ്ദേഹത്തിന്റെ കാലിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് കുറച്ച് 10 മിനിറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോയിലോട്ടൊന്ന് പോവാം. ഹലോ, നമസ്കാരം, അബിയാണ്. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഓൺ വോയിസിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നതല്ല, അവസ്ഥ കൊണ്ട് വന്നതാണ്. ഇന്ന് വൈകുന്നേരം വിഷു സ്പെഷ്യലൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അരുൺ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയെക്കുറിച്ച് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസേബിലിറ്റി ടീമുണ്ട് ഞങ്ങൾക്ക്. കാല് വയ്യാത്തത്, കൈ വയ്യാത്തതായിട്ടുള്ള ഡിസേബിലിറ്റി പേഴ്സൺസിൻ്റെ ടീമുണ്ട്, ക്രിക്കറ്റ് ടീമുണ്ട്. അറിയാത്തതായിട്ട് കുറേ പേര് അതിനെക്കുറിച്ച് അറിയാത്തതായിട്ട് കാണും. പക്ഷേ ഡിസേബിലിറ്റി അങ്ങനെ ഒരു ടീം ഞങ്ങൾക്കുണ്ട്, കേരളത്തിലെ എല്ലാ ജില്ലയ്ക്കും കാണും. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് ട്രിവാൻഡ്രം ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള ടീമിലെ മെമ്പേഴ്സാണ് ഞാൻ, അരുൺ. അങ്ങനെ പറഞ്ഞിട്ട് അരുണും ഞാനും ഒക്കെ ഈ വർഷമാണ് റീസെൻ്റായിട്ട് അതിൽ സെലക്ട് ആയിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത്, ക്രിക്കറ്റ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അരുണ് പതിവില്ലാതെ എനിക്കൊരു മെസ്സേജ് ഞാൻ കേൾപ്പിച്ചു തരാം. ബ്രോ, ഞാനിതുണ്ടല്ലോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ്. ഇത് സംഭവം കണ്ടപ്പോഴത്തേക്കും എനിക്ക് മെൻ്റലി ഒരുപാട് വിഷമം തോന്നി. സംഭവം ബ്രോയ്ക്ക് അറിയാമല്ലോ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ സിറ്റുവേഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയാമല്ലോ. ആക്സിഡൻറ്റ് പറ്റി, റൈറ്റ് ഹാൻഡ് മിസ്സിങ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വീഡിയോ കാണുമ്പോൾ എനിക്കതിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ കമൻസൊക്കെ നോക്കി കുറച്ച്. അപ്പോൾ ഇത് കണ്ടൻറ്റ് മാത്രമാണ്, ആ രീതിയിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ എനിക്കിത് പെട്ടെന്നൊരു ആ രീതിയിൽ എടുക്കാനുള്ളൊരു തോന്നി. എനിക്ക് പേഴ്സണലി നല്ല വിഷമമായി. സംഭവം ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴേ അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ അത് ബ്രോയ്ക്ക് അത് ഇത്രമാത്രം മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല. കണ്ടില്ലേ, ഇതാണ് എനിക്കൊന്ന് മെസ്സേജ്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്തു. ഞാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കണ്ടു. ഇനി ആ വീഡിയോയും കൂടെ നിങ്ങളെ കാണിച്ചു.
അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ചോദിക്കാം, ഒരു ഫണ്ണി വീഡിയോ അല്ലേ ബ്രോ, ഒരു ഫണ്ണിൻ്റെ രീതിയിൽ എടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കാം. ഞാനും ഈ വീഡിയോ കണ്ടു. ആക്ച്വലി ഞാനിത് അന്ന് ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ എന്താ പറയുക, ഈ വീഡിയോ ഞാൻ എടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വിചാരിച്ചതാണ്. പിന്നെ എന്തൊക്കെയോ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതല്ലെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പേഴ്സണലി വിചാരിച്ചു വെറുതെ ആളുകളുടെ മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രമായിട്ട്. കാര്യം ഇതിനു മുമ്പ് ഞാൻ ഒരു ആളുടെ ഇതുപോലെ റിലേറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു 1.5 വർഷം മുമ്പ്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് താഴേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ബ്ലാക്കിന് വേണ്ടിയിട്ടും തടിക്ക് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. പേരൊന്നും ഞാൻ പറയുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ വീഡിയോ കാണും. ഒരുപാട് സംസാരിക്കുന്ന ഒരാളുണ്ട്, ബ്ലാക്കിന് വേണ്ടിയിട്ടും തടി കൂടിയവരൊക്കെ വേണ്ടിയിട്ടുമൊക്കെ സംസാരിക്കുന്ന ഒരാൾ. ആ കുട്ടി ഇതുപോലെ കാല് വയ്യാതെ ഒരു ഞൊണ്ടി അഭിനയിക്കുന്ന ഒരു ആക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് റിലേറ്റ് ചെയ്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാവരും നമ്മളെ നോക്കി കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊക്കെ വേറെ പണിയില്ലേ, പിന്നെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരെ സംസാരിച്ച ആൾക്കാരുണ്ടായിരുന്നു. കാര്യം ഇങ്ങനെ നടന്ന് കാണിക്കുന്നത് ഒരു ഫണ്ണായിട്ട് എടുത്താൽ പോരെ ബ്രോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഫസ്റ്റ് ടൈം ഞാൻ ആലോചിച്ചത് എന്തിന് ഞാൻ ഇങ്ങനെ പ്രതികരിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നത് വലിയായിട്ട് കളഞ്ഞൊരു സംഭവമാണ്. അതിനുശേഷം വീണ്ടും അരുണിൻ്റെ തന്നെ ഒരു മെസ്സേജ് അതിന് ശേഷം അയച്ചത്, ആ മെസ്സേജിൻ്റെ കൂടെ തന്നെ അയച്ച മെസ്സേജാണ്. അതും കൂടെ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. സംഭവം ബ്രോ ഇതുപോലത്തുള്ള വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ ബ്രോയ്ക്ക് ഇത് മനസ്സിലാവുമെന്ന് തോന്നിയിട്ട് ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ, എൻ്റെ ഒരു അവസ്ഥ ഇത് കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ബ്രോയ്ക്ക് മനസ്സിലാവും എന്നുള്ളത് കരുതിയിട്ടാണ് ഞാൻ ബ്രോയ്ക്ക് അയച്ചത്. ഇതെന്തിൻ്റെ ഒരു ഫണ്ണായിട്ട് എടുക്കണം, ഇതിപ്പോൾ നോർമലായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഇത് ഫണ്ണായിട്ട് എടുക്കാം ബ്രോ. ഇതിപ്പോൾ എന്നെ പോലെ ഒരാൾക്ക് ഇതിപ്പോൾ എനിക്ക് അത്ര ഫണ്ണായിട്ടും കണ്ടൻ്റായിട്ടും അതിൻ്റേതായ രീതിയിലും എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്ക് കാണുമ്പോൾ പേഴ്സണലി നല്ല രീതിയിൽ വിഷമമാവുന്നുണ്ട്. കാല് വയ്യാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു കൈ വയ്യാത്ത ഒരാൾക്ക് ഇതൊരിക്കലും ഒരു ഫണ്ണല്ല. മനസ്സിലായില്ലേ? നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് വയ്യാഴിക ഉള്ള ഒരാൾക്ക്, ഒരു കാല് വയ്യാത്തതോ ഒരു കൈ വയ്യാത്തതായിട്ടുള്ളൊരു കുഞ്ഞുള്ള ഒരു പാരൻസിന് ഇത് കാണുമ്പോൾ അതൊരു ഫണ്ണായിട്ട് എടുക്കാൻ പറ്റില്ല. 2 കൈയും ഇല്ലാത്ത ആക്സിഡൻറ്റിൽ 2 കൈയും കാലും ഒക്കെ നഷ്ടപ്പെട്ട ഒരാൾക്ക് ഇത് കാണുമ്പോൾ ഒരു ഫണ്ണായിട്ട് എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ അടിയിലെ ഫസ്റ്റ് കമൻറ്റ് ഞാൻ വായിച്ചപ്പോൾ ആ കമൻറ്റ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ടേക്ക് ഇറ്റ് ഈസി. അതാണ് ഫസ്റ്റ് കമൻറ്റ്. ഞാൻ കാണിച്ചു തരാം. അവർ ഫസ്റ്റ് കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിൻ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഈ അമൃത എന്ന് പറയുന്ന ലേഡി പിൻ ചെയ്തിട്ടാണ്, ഇറ്റ്സ് ജസ്റ്റ് എ റീൽ, ടേക്ക് ഇറ്റ് ഇൻ എ സിമ്പിൾ വേ. സിമ്പിളായിട്ട് എടുത്താൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം അവർക്കിത് സിമ്പിളായിട്ട് എടുക്കാനേ പറ്റൂ. ഓക്കെ, അപ്പം പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടല്ലോ. ഇതൊരു 4 മിനിറ്റോളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് കാരണം വെച്ചാൽ അയാൾ കറക്റ്റായിട്ട് പറയുമ്പോൾ നമ്മളത് കറക്റ്റ് പാവങ്ങൾ വെക്കണമല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരാളൊരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞ് ഇപ്പം നോർമലായിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യൻ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞ് അവൻ എന്തെങ്കിലും പറ്റി, അവൻ്റെ വിരളോ അവൻ്റെ കാലോ എന്തെങ്കിലും നഷ്ടപ്പെട്ട് അവൻ ഇത് കാണുവാണെങ്കിൽ ഉറപ്പാണ് അവൻ ഒന്നാമത് തന്നെ ഒന്നാലോചിച്ചു. നമ്മുടെ ഒരു 10-20 വർഷമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഒരു പാർട്ട് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ചിലവരുടെ സമനില തെറ്റും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ചിലവർ ആത്മഹത്യക്ക് ശ്രമിക്കും. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്, നമുക്കറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഒരാൾ, ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, ആ ഒരു സിറ്റുവേഷൻ അതിൽ നിന്ന് മാറി വരാൻ 1.5 വർഷം എടുത്തു. 1.5 വർഷം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ശരീരത്തിൽ ഒരു പാർട്ട് നഷ്ടപ്പെടുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്ന് ആലോചിക്കും. അപ്പോൾ ചിലവർക്ക് ഇതൊക്കെ കാണുന്നവർക്ക് ആ പെണ്ണ് ചെയ്യുമ്പോൾ ഒരു കോമാളിത്തരമായിട്ട്, ഞാൻ അവരുടെ റീല് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സത്യത്തിൽ കോമാളിത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്ത് കാണിക്കുന്നതിനകത്ത് അവിടെ നടത്തവും ഞാൻ ഞൊണ്ടി എന്തുണ്ടെങ്കിലും ഇത് മാത്രമേ കാണിക്കത്തുള്ളൂ. ആൾക്കാർക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാനും പറ്റാത്ത കുറേ രീതി. പിന്നെ അറിയാലോ, ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാനേ മോളെ ചക്കരെ പൊന്നെ സീരിയലിനകത്ത് കാണുന്ന അമ്മമാർക്കൊക്കെ ഇവർക്കുമാര് ദേവിയാണ്. ഒരു അർച്ചനയും ഒരു രസീത് കെട്ടാരെങ്കിലും ഇരുന്നാൽ മാത്രം മതി, വേണമെങ്കിൽ പുഷ്പാഞ്ജലി വരെ കഴിപ്പിക്കും. എന്നിട്ട് ഇവർക്ക് മാല ഇട്ട് കൊടുക്കാനും പൂജിക്കാനും കുറേ അമ്മമാരുണ്ട്. പക്ഷെ ഇവർ കാണിക്കുന്നതും ഈ ഇൻസ്റ്റയിൽ അവിടെ ഇവിടെയൊക്കെ കാണിച്ചു കൂട്ടുന്നതൊക്കെ വെറും കോമാളിത്തരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്ക് അദ്ദേഹം പറയുന്ന കുറച്ചും കൂടെ ഒന്ന് വെച്ചിട്ട് ഈ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ കാലൊക്കെ പൊക്കി കാണിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം വരും. ഞാൻ അതൊന്നും ഇപ്പോൾ ഇവിടെ ഒന്നും ഞാനിവിടെ വെക്കാം നിൽക്കാം. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഒരു കുരുവില്ലല്ലോ, മനസ്സിലായി? കൈക്കും കാലിനും ഒന്നും ഒരു കുരുവില്ലല്ലോ. അപ്പോൾ അത് കാരണം അവർക്ക് സിമ്പിളായിട്ട് എടുക്കാം. പക്ഷേ ഈ മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞാൽ 2 കൈ ഒരു പ്രശ്നമില്ലാതെ നടന്നിട്ട് 10-18 വയസ്സിലൊരു ആക്സിഡൻറ്റിലൂടെ കൈ പോയ ഒരു വ്യക്തിയാണ് ഈ അരുൺ എന്ന് പറയുന്നത്. മനസ്സിലായി? അവനിത് കണ്ടപ്പോൾ സിമ്പിളായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അവനൊരു കണ്ടൻറ് ക്രിയേറ്ററോ ഒന്നുമല്ല, ഒരു പാവം പിടിച്ച പയ്യനാണ്. അവൻ്റെ 18 വയസ്സിൽ അവൻ്റെ കൈ പോയതിന് ശേഷം അവൻ്റെ സ്ട്രഗ്ലിങ് എന്താണെന്ന് അവന് മാത്രമേ അറിയുള്ളൂ. അവൻ എത്രത്തോളം ബുദ്ധിമുട്ടി എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൂടിയിരുന്നൊരു വേദിയിൽ വെച്ച് പറഞ്ഞു. സൂയിസൈഡിന് വരെ അറ്റംപ്റ്റ് ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ കണ്ട സാധനം ഒരു കണ്ടൻ്റായിട്ട് എടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ?
അതിനുശേഷം ഞാൻ അയച്ച മറുപടി കാണിച്ചു കൊടുക്കാം. മറുപടിയും കൂടെ നിങ്ങൾ കേട്ടോളൂ. ഞാൻ ആ വീഡിയോ കണ്ടു. എനിക്കറിയാം നിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയാം. കാര്യം പേഴ്സണലി എനിക്ക് ജനിച്ച കാലം മുതൽ ഞാൻ യൂസ്ഡ് ആണ്. എനിക്ക് കാല് വയ്യാത്ത ഒരാളാണ്, നിനക്കറിയാം. പക്ഷേ ഞാനത് യൂസ്ഡ് ആണ്. പക്ഷേ നീ എന്ന് പറയുന്ന ഒരാൾ ജനിച്ച കാലം മുതൽ ഒരു പ്രശ്നവും ഇല്ലാതെ വന്നിട്ട് പെട്ടെന്നൊരു ആക്സിഡൻറ്റിന് ശേഷം നിൻ്റെ കൈ മുറിച്ച് മാറ്റേണ്ടി വന്നൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള നിനക്കത് കാണുമ്പോൾ എന്തുമാത്രം ഫീൽ ആവുമെന്ന് എനിക്കറിയാം. ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാനത് വിട്ടത്, അതായത് എനിക്ക് പ്രതികരിക്കാൻ എൻ്റെ മാനസികമായിട്ട് ഞാൻ ഓക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനിത് വിട്ടതാണ്. ഇത് ഇങ്ങനെയുള്ള കേസുകൾ ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വിട്ട കേസാണ്. കണ്ടിട്ട് ഞാൻ വലിയ എന്ന് പറഞ്ഞ് കളഞ്ഞ കേസാണ്. പക്ഷേ അത് നീ ഇപ്പോൾ അയച്ചപ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായത്. ഇത് അങ്ങനെ കളയേണ്ട ഒരു കേസല്ല. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് പേര് എന്നെപ്പോലെ ഇരുന്ന് കണ്ടിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കും, മേ ബി ഒന്നും പറയാൻ പറ്റാതെ. അപ്പോൾ വെയിറ്റ് ചെയ്യുമൊക്കെ. ഞാൻ എന്തായാലും എൻ്റേതായിട്ടുള്ള രീതിയിൽ, കാര്യം ഇവർ പറയുന്നുണ്ടല്ലോ, അതിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ, ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാനല്ല. അപ്പോൾ തന്നെ അത് അറിയാമല്ലോ, ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ വയ്യാത്തവർക്ക് കാണുമ്പോൾ അത് വിഷമമാകും എന്നവർക്ക് തന്നെ അറിയാം. എന്നിട്ടും അവർ ഇടണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, റീച്ച് എന്നുള്ള ഒരൊറ്റ മൈര് സാധനം കാരണം. റീച്ച് കിട്ടി അവർക്ക് എങ്ങനെയെങ്കിലും പോപ്പുലർ മറ്റേ തേങ്ങ വളരെ സീരിയൽ അഭിനയിക്കാനും പഠിക്കാനും നടക്കുന്നതാണ് എനിക്കറിയാവുന്നത്. എന്നിട്ട് ഇങ്ങനെ മൂഞ്ചി പരിപാടി കാണിക്കുന്നത്. കാര്യം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഒരു നോർമൽ ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം പോലും അത് എത്രമാത്രം അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനമാണെന്ന് അറിയാം. അപ്പോൾ ഇങ്ങനെ ഈ ഇൻഫ്ലുവൻസർ അല്ലാണ്ട് ഇങ്ങനെ സീരിയലിലൊക്കെ അഭിനയിക്കാൻ നടക്കുന്ന ഇത്രയും സോഷ്യൽ ഫിഗറായിട്ട് പബ്ലിക് ഫിഗറായിട്ടുള്ള ഒരു ഈ പരിപാടി കാണിക്കുന്നുണ്ടെങ്കിൽ എന്ത് അർത്ഥത്തിലായിരിക്കും അവൾ കാണിക്കുന്നത്? കുഴപ്പമില്ല, അവിടെ വിഷമിക്കണ്ട, പോട്ടെ, സാരമില്ല. എല്ലാവരും എന്ത് പറയാനാ? ഒരു സീരിയൽ ആക്ട്രസ്സാണ്, അപ്പോൾ പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അവർ സമൂഹത്തിലേക്ക് എടുത്തു വെക്കുന്നൊരു ഇതാണ്. അവർക്ക് എത്രയോ ഫോളോവേഴ്സും കാര്യങ്ങളുണ്ട്. ഇത്രയും ഫോളോവേഴ്സിൻ്റെ മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കുന്നത്. ആ വീഡിയോ ഞാൻ ആലോചിക്കുന്നത് വേറൊന്നുമല്ല, ഇത്രയും പേര് ഷെയർ ചെയ്തൊരു വീഡിയോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവരുടെ മെൻറ്റാലിറ്റി എന്തായിരിക്കും? ഇവരൊക്കെ ഫണ്ണായിട്ടായിരിക്കും എടുത്തത് ഈ വീഡിയോ. 53.5K പേരാണ് അത് ലൈക്ക് ചെയ്തിരിക്കുന്നത്. 4648 പേര് ആ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നു. ഇവരൊക്കെ ഏത് രീതിയിലായിരിക്കും ഇതൊക്കെ ഷെയർ ചെയ്തിട്ട് അയച്ചിരിക്കുന്നത്? ഫണ്ണായിട്ട് എടുത്തിട്ടായിരിക്കും അല്ലേ ഇതൊക്കെ കാണുന്നത്? ഏതെങ്കിലും ഒരു കൈ വയ്യാത്തതും കാല് വയ്യാത്തതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, ഇവരൊക്കെ മാനസികാവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ റിമൂവ് ചെയ്ത് അത്രയും നല്ല കാര്യം. മോശമാണ്, ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല, പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകും. അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇപ്പം ഓക്കെ, ഇത് കാണുന്ന ആ സീരിയൽ നടി അവിടെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഒരു ഇച്ചിരി അങ്ങനെ സംഭവിക്കരുത്. ഒരു വിരളോ അല്ലെങ്കിൽ ഒരു കാലിനോ എന്തെങ്കിലും സംഭവിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ അതുപോലെ ആക്ട് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ഉള്ളോ ഇല്ലയോ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്, കാര്യം എന്ന് പറഞ്ഞിട്ട് പോകും, അവസാനം പറയുകയും ചെയ്യും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ബൈ ഓൾ എന്നും പറയും. ബൈ ഗൈസ്.